ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു 4500 രൂപ കൊടുത്ത് ആമസോണിൽ നിന്ന് മേടിച്ച അഡിഡാസിൻ്റെ ടെറക്സ് എന്ന് പറഞ്ഞ ഒരു ഹൈക്കിംഗ് ഷൂ ആണിത്. ഞാൻ അത്യാവശ്യം ഹൈക്കിംഗ് ഒക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് മല കയറാൻ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടി തപ്പി കണ്ടുപിടിച്ചൊരു ഷൂ ആണ് ഇത്. ഓഫ് കോഴ്സ് ഇവൻ എൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തു. ബട്ട് ഇവന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷൂ ആണ്. ഇതിൻ്റെ സോളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് കുറേ ദൂരം നടന്നു കഴിയുമ്പം എനിക്ക് കാലിന് ചിലപ്പോൾ വേനെടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി ഇങ്ങനെ തട്ടി കാല് നല്ലോണം വേനെടുക്കലുണ്ടായിരുന്നു. ഓഫീസിലൊക്കെ പോണ ടൈമിലും ഞാൻ ഈ ഒരു ഷൂ ഇട്ടുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് യൂസ് ചെയ്യാറില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ഇതാ ഈ സംഭവം ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതാ ഇതേപോലെ ഇതങ്ങ് പൊളിഞ്ഞു പോയി. വേറെ ഒരു കംപ്ലൈൻറ്റും ഇതിന് ഇതുവരെ വേറെ എവിടെയും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇത് കണ്ടില്ലേ, ഈ ഫ്രണ്ട് ഭാഗം ഇതാ ഇതേപോലെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സൈഡിലും പൊളിഞ്ഞിട്ടൊന്നുമില്ല, ഫ്രണ്ട് ഭാഗത്ത് മാത്രം എങ്ങനെ ആവുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാനിത് ബൈക്ക് റൈഡ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഷൂ ആണിത്. അത് ഞാൻ വിട്ടുപോയിട്ടോ. ഈ ഷൂ ഒക്കെ പൊളിഞ്ഞു പോകുമ്പോൾ അത് ഒട്ടിക്കുന്ന ഒരു പശയുണ്ട്. ആ സാധനം വെച്ച് ഞാൻ ഒട്ടിച്ച് നോക്കി, എന്നിട്ടും അതങ്ങനെ ഇരിക്കുന്നില്ല. ഇത് എന്തോ എനിക്കങ്ങനെ കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാനിതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഞാനിത് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ബൈക്ക് റൈഡ്, പിന്നെ കുറച്ച് ചെളിയൊക്കെ ഉള്ള ഇപ്പോൾ ഒരു കാട്ടിക്കൂടെയൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ടെറേനിൽ കൂടെയൊക്കെ നടക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ അടിയിലെ ഗ്രിപ്പ് കണ്ടില്ലേ, നമ്മൾ യൂഷ്വലി വാങ്ങുന്ന സൈസിനെക്കാളും അങ്ങനത്തെ 0.5 കൂടുതൽ മേടിക്കുക, എന്നാലാണ് ഇത് കറക്റ്റ് സൈസ് കിട്ടുക. എന്തായാലും ആ പൊളിഞ്ഞു പോയ ഭാഗം ഒന്നുകൂടെ സെറ്റപ്പാക്കി എടുക്കണം. ഒരു 5 വർഷം കൂടെ ഇനി ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.